കാർബൺ ന്യൂട്രൽ അനന്തപുരിയുടെയും സ്മാർട്ട് സിറ്റിയുടെയും ഭാഗമായി ഈ ഓട്ടോറിക്ഷകൾ നിരത്തിലിറക്കി തിരുവനന്തപുരം നഗരസഭ. അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും വായുവിലെ കാർബണിന്റെ അളവ് കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഈ ഓട്ടോ സംവിധാനം കൊണ്ടുവരുന്നത്. നഗരത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി ഈ വാഹനങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരം നഗരസഭ ഈ ഓട്ടോറിക്ഷകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കുന്നത്. 100 BPL കുടുംബങ്ങളിൽ ഒരാൾക്ക് വീതം ഈ ഓട്ടോകൾ സൗജന്യമായി നൽകും. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് മുൻപ് നിർവഹിച്ചിരുന്നു. പദ്ധതിയുടെ 3ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നഗരസഭ. 100 ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങി വിവിധ ഗുണഭോക്താക്കൾക്ക്, നഗരസഭാ പരിധിയിൽ സാധാരണക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് നൽകുകയും ഈ ലക്ഷ്യത്തിലേക്ക്, കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ലക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഇത് ഏറ്റെടുത്തത്. അതിൽ ഇന്ന് 3ാം ഘട്ടത്തിലാണ് ഇന്ന് ഇവിടെ വിതരണം നടത്തിയിട്ടുള്ളത്. ഇനി 30 വാഹനങ്ങൾ കൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ വിതരണം ചെയ്താൽ 100 വാഹനങ്ങൾ പൂർണ്ണമായി നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി കഴിയും. ടൈംസിന്റെ 2024 ഊർജ്ജ കാര്യക്ഷമത അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരിയിലൂടെ തിരുവനന്തപുരം നഗരസഭ നേടിയത്. നേരത്തെ തിരുവനന്തപുരം നഗരത്തിലോടുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ വാദം നിരസിച്ച് നഗരസഭ തന്നെ രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ നഗരസഭയുടെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.